നീ ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കല്യാണം ഞാൻ നടത്തും. അതെങ്ങനാ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ കല്യാണം നിങ്ങൾ നടത്താൻ പോകുന്നത്? ഇത് ഈ പുഴുവെള്ളം എവിടെ വെച്ചേക്കുന്നത്? അമ്പലത്തിന് വേണ്ട പൂവെടുത്തോ? അല്ല, അമ്പലമേ വന്നിട്ട് നീ തൊഴാതെ പോവാ? ഞാൻ വരാം. ഇതെന്താ കാണിക്കുന്നേ? വിട്ടേ നാളെ നോക്ക്, ആരോടോ ഉള്ള വാശിപ്പുറത്തോ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ല, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടങ്ങൾക്ക് മാത്രമാണ്. ഈ താരം കണ്ടല്ലോ. വൃത്തിയോളെ എനിക്ക് എവിടെ നിട്ടടി ഇതിനൊക്കെയുള്ള ധൈര്യം? നിന്റെ തള്ളയുടെ സ്വഭാവം തന്നെ നീയും കാണിച്ചല്ലോടി. ഉണ്ട ചോറ് നന്ദി വേണം, അതില്ലാത്ത കുറെ വർഗങ്ങൾ. എന്താണ് ഞാൻ കാണുന്നത്? ഇതിനാണോ നീ ഈ താലിൽ ഇപ്പോഴത്തെ കുഴപ്പം? ഞാൻ മാറ്റിത്തരാത്. എന്താ കാണിക്കുന്നത്? വിട്ടേ, വിടാൻ വിട്ടത്. ഞാൻ കേട്ടതാണ്, അതിൽ തൊടാൻ ഞാനിവിടെ ആർക്കും അവകാശം തന്നിട്ടില്ല. നീ അതെ, ഞാൻ തന്നെ. നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നത്? നീ എന്താ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? ഇതിനെപ്പറ്റി ഇങ്ങനൊന്നുമല്ല ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അതാണ് പ്രശ്നം. ആരെ പറ്റിയും അങ്ങനെ ഒന്നും വിചാരിക്കാൻ പാടില്ല. കണ്ണടച്ച് ഒരാളെ അങ്ങ് വിശ്വസിക്കരുത്. ഈ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇതിൽ എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്യാരക്ടറുമാണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താലോ? ആരെയും വിശ്വസിക്കാൻ പാടില്ല. അതായത് അവർ പലതും പറയും, അത് കേട്ടങ്ങ് വിശ്വസിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതം മൊത്തം അങ്ങനെ പോവും. മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു. ഇനി മനസ്സിലായില്ലെങ്കിലും അനിയനോട് ചോദിച്ചു നോക്ക്, അവര് എങ്ങനെയാണ് ഇവരെ ട്രീറ്റ് ചെയ്തത് എന്ന്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഏട്ടാ, ഇവ വളരെ കൊള്ളം പറയുക. നമ്മുടെ വീട്ടിൽ വന്ന് ഇവിടുത്തെ പെണ്ണിനെയും കെട്ടിക്കിട്ടും ഒന്ന് പ്രസംഗിക്കുന്നത് നോക്ക്. നിന്നെ ഞാൻ എനിക്ക് ഇതിന് ഉത്തരം പറ. ചുമ്മാ ഒരാൾ ഇങ്ങനെ പറയത്തില്ല. നീ കാര്യം പറഞ്ഞേ. എന്താ ചേട്ടാ? അല്ല, നീ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞല്ലോ ശരിക്ക് വേണ്ടി. അവൻ എവിടാ? അവന്റെ വീടെവിടാ? അവന്റെ അച്ഛനമ്മ ആരൊക്കെയാ? പിന്നെ അവൻ എന്താ ജോലി? ഇത് നീ ഇവിടെ പറ. അത് ഞാൻ ചേട്ടാ പറ. എന്താ നീ നിന്ന് വേർക്കുന്നത്? പിന്നെ മായേ, നിന്റെ അടുത്ത് ഞാൻ കാര്യം പറയാം. നീ ഇതുവല്ലോ തിരക്കായിരുന്നോ? അത് ഇല്ല. ഒരു കാര്യം തിരക്കാതെ വെറുതെ അത് തലയാട്ടി സമ്മതിക്കാൻ നിൽക്കരുത്. ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നീ അപ്പോ ആർക്കോ വേണ്ടി കണ്ടുപിടിച്ചതാണ്. പറയാൻ പറ്റുന്ന ജോലി പോലും ഇല്ല അയാൾക്ക്. പിന്നെ വീടും കുടുംബമൊക്കെ എങ്ങനെയുള്ളതെന്ന് ആർക്കറിയും. അങ്ങനെ ഊരും പേരും ഇല്ലാത്ത ഒരുത്തന്റെ തലയിൽ ശിവ കെട്ടിവെച്ചു കൊടുക്കാന്ന് കരുതി അല്ലേ? ഇതിനെപ്പറ്റി ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. മലീസൻ ഈ പറയുന്ന പോലൊന്നും അല്ല. അതിനേക്കാളും ഒക്കെ എത്ര താഴെ അറിയാമോ എന്റെ അച്ഛൻ. നീ മിണ്ടണ്ട.
ഞാൻ മിണ്ടും. എത്ര നാളാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇവൻ കിട്ടിയിട്ട് കാര്യമായിപ്പോയി. വല്ലിച്ച പറഞ്ഞല്ലോ എന്തോ ഊരും പേരില്ലാത്ത ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര ഭേദമായിരുന്നേനെ. ഈ അച്ഛൻ കണ്ടുപിടിച്ച ചെറുക്കന് ഊരുമുണ്ട് പേരുമുണ്ട്. ഒരു വിനോദ് ഇവിടെ ബ്ലേഡ് കമ്പനി നടത്തുക. പിന്നെ വേറെ എന്തൊക്കെയോ കച്ചവടം ഉണ്ട് അങ്ങേർക്ക്. അച്ഛന് അങ്ങയുടെ സ്വത്തും പണവും കണ്ടപ്പം കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. ഈ വിനോദ് എനിക്ക് മനസ്സിലായില്ല. ഒരു 50 വയസ്സുള്ള ഒരു കിളവനുമായിട്ടാ ഇവിടെ കല്യാണം നടത്താൻ അച്ഛൻ തീരുമാനിച്ചത്. ആവുന്നത് ഞാൻ എതിർത്തതാ. ഇവരും പറഞ്ഞതാ, കേട്ടില്ല. പിന്നെ വാമൂടി കെട്ടുമല്ലോ എല്ലാവരും കൂടി ചേർന്നിട്ട്. ഇത്രയും നാൾ സഹിച്ചിരുന്നു. ഇനി എനിക്കതിന് പറ്റത്തില്ല. ആവണി, നീ ഡ്രസ്സ് പാക്ക് ചെയ്യ്, നമുക്കിവിടുന്ന് തിരിച്ചു പോവാം. അച്ഛാ, you never expected me, right? എന്റെ മോന് ഇവിടെ ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അത് ശിവയാണെന്ന് പ്രതീക്ഷിച്ചത് പോലുമില്ല. ഞങ്ങൾക്ക് അത് കേട്ടപ്പോ ഒത്തിരി സന്തോഷമായി. അതിനേക്കാളും ഞങ്ങൾക്ക് വിഷമായി. അത് എന്തിനാ എന്നറിയോ? ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച്. കണ്ണൻ ആദ്യം എൻ്റെ അടുത്ത് ഇവിടുത്തെ പെൺകുട്ടിയെ പറ്റിയും അവരുടെ അമ്മയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ എനിക്കാദ്യം വിഷമാ തോന്നിയത്. പിന്നെ അതാരാ എന്ന് തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയത്. എന്തുണ്ടടി, എത്ര നാളായി? അങ്കിൾ, സോറി, ഒന്നും മനസ്സിലാവുന്നില്ല. നിന്റെ അച്ഛനല്ലേ നിൽക്കുന്നത്, അവനോട് ചോദിക്കും. കണ്ണൻ അച്ഛനില്ലേ, വീട്ടിലേക്ക് വരൂ. ഇനി പറയൂ, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ശിവയുടെ അച്ഛന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ചാ വർക്ക് ചെയ്തിരുന്നത്. മായയെ വിളിച്ചുകൊണ്ട് വരുന്നതിന് ശേഷം അവൾ നല്ലതായിട്ടാണ് ജീവിച്ചത്. എന്നാൽ പെട്ടെന്നായിരുന്നു എല്ലാം മാറിയത്. ശിവയും കൂട്ടി അവരുടെ അമ്മ ഇങ്ങോട്ട് വന്നു. എന്നാൽ ഈ വിവരമൊക്കെ അറിഞ്ഞ ശിവയുടെ അച്ഛന്റെ വീട്ടുകാർ മായയും അവളുടെ മകളെയും വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. അല്ലേ? അങ്ങനെ അവർ ഇയാളെ പോയി കണ്ടു. ഇയാളുമായിട്ട് സംസാരിച്ചു. പിന്നെ ഒരു പെൺകുട്ടി എപ്പോഴും തന്റെ വീട്ടിലായിരിക്കുമല്ലോ സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവരും കഴി മായയുടെ ഇഷ്ടമനുസരിച്ച് നിൽക്കട്ടെയെന്നു. അങ്ങനെ അവർ ഇയാൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്കായി പണം കൊടുത്തു. 1, 2 ഒന്നും അല്ല. ശിവ വളരെ നന്ദി അനുസരിച്ച്. നിങ്ങൾക്ക് പണത്തിന്റെ ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവയുടെ അച്ഛന്റെ വീട്ടുകാര് പൈസ എല്ലാം ഇയാളെ കൊടുത്തു. ഇത്രയൊക്കെ പൈസ വാങ്ങിയിട്ടും അതിന്റെ ഒരു പുല്ല് വില പോലും ഇവർക്ക് താൻ കൊടുത്തില്ലല്ലോടോ. എന്ത് വൃത്തികേടാണ് നീ ചെയ്തത്. കൊള്ളാം, അച്ഛനെ പറ്റി ഇങ്ങനൊന്നും അല്ല ഞാൻ വിചാരിച്ചത്. കൂടുതൽ നീയൊന്നും പറയണ്ട. അറിഞ്ഞോ അറിയാതെയോ ഈ പൈസ നീ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നീ UK അവിടെ എവിടെയും പോയി ജോലി ചെയ്യുന്നത് ഏത് പൈസ വെച്ചിട്ടോ? നീ പഠിച്ചത് എവിടുത്തെ പൈസ വെച്ചിട്ടോ? ഇതെല്ലാം അത് തന്നെ. കൂടുതലാവുണ്ട് മോൻ പറയാൻ നിൽക്കില്ലേ?
ഇത്രയൊക്കെ നീ കാണിച്ചിട്ടും നിനക്ക് ഒരു കുറ്റബോധം തോന്നില്ലേ? അതെങ്ങനെ മനുഷ്യർക്കല്ലേ കുറ്റബോധമൊക്കെ തോന്നുന്നത്? ഇങ്ങനെ പറ്റി ഇത്രയും താഴ്ന്നു എനിക്ക് പറയുമ്പോ തന്നെ. ആവണി, നീ വേഗം ഇറങ്ങിക്കേ, ഇവിടെ വേഗം പോ. ഇത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ വല്ലതും പറഞ്ഞു പോകും. ശിവ, സോറി, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അറിഞ്ഞോ അറിയാതെ ഞാനും ആ പൈസ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തിരിച്ചു തരാം. അയ്യേ, എന്താ ഐഡിയ പറയുന്നത്? അപ്പച്ചിയുടെയും നിന്റെയും വലിയ മനസ്സായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത പോലെ സംസാരിക്കുന്നത്. വേറെ ആരെങ്കിലും കാണായിരുന്നു. അതെ, നിങ്ങൾ മാത്രമല്ല, ഞാനിവിടെ ഇറങ്ങാം. നിനക്ക് പണവും സ്വത്തൊക്കെയല്ലേ വലുത്. നീ അത് കെട്ടിപ്പിടിച്ച് ഇവിടെ നിന്നോ. വാ, ഇവിടെ ഇറങ്ങുമ്പോ നമുക്കിറങ്ങാം. ശരി ചേട്ടാ. എനിക്ക് ഉറപ്പാ എന്തെങ്കിലും ഒരു ദിവസം നീ മനസ്സിലാക്കും ഈ പണവും സ്വത്തും ഒന്നുമല്ല വലുത്, സമാധാനമുണ്ട് ജീവിതമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് എൻ്റെ അനിയനെ പെട്ടതുകൊണ്ടാ ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ കണ്ണൻ്റെ അച്ഛനോട് ശങ്കർ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു അറിവില്ലായിരുന്നു. പിന്നെ വിക്കി പറഞ്ഞതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾക്കും പല കാര്യത്തിലായിട്ടും ആ പൈസ ഇവൻ തന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇനി എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു തന്നിട്ടോ ഇവക്ക് നഷ്ടപ്പെട്ടു പോയതോ ഇവിടെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എന്തായാലും ആ പൈസ ഞങ്ങൾ തരും. പക്ഷെ ഇപ്പോ ശിവ കണ്ണന്റെ ഭാര്യയാണ്. അവനാണ് ഇനി ശിവയെ നോക്കേണ്ടത്. അതുകൊണ്ട് അവൻ ഞാൻ ശിവയെ നോക്കിക്കോളാം. അത് കേട്ടാൽ മതി. ആദ്യം നീ ചെയ്ത് തെറ്റായിട്ട് തോന്നി, പക്ഷെ അല്ല, അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ മനസ്സിലായി നീ ചെയ്തതാണ് ശരിയെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ പോലും ഒന്നും അറിയാതെ കഥ ആയിട്ട് തന്നെ. എന്തായാലും നിങ്ങളിവിടെ എത്തിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലാണ്ട് എന്താ പറയാ. അതെ, ഞങ്ങള് പോവാം. നീ വന്നു നോക്കി. അത് നമ്മൾ സോറി, എനിക്ക് നീയൊന്നും പറയണ്ട. എനിക്കറിയാം എനിക്കിതിനെ പറ്റിയിട്ട് യാതൊരു അറിവില്ലായിരുന്നെന്ന്. പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അറിഞ്ഞോ അറിയാതെയോ ഈ പൈസ ഉപയോഗിച്ചു എന്ന് നീ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു നല്ല കാര്യം നീ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ UK കാണവനെ ഇവിടെ എത്തിക്കണമെങ്കിൽ അത് നീ അറിയണം. നീയായിട്ട് ആ കൂട്ടായി അങ്ങനെയല്ലേ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അറിയത്ത് പോലില്ലായിരുന്നു. എങ്ങനെ പോയിട്ട് ഇവിടെ ചെയ്തതായിരുന്നു. എല്ലാം ദൈവത്തിന്റെ ഇത്. പിന്നെ പറഞ്ഞ പോലെ ആ പൈസയിൽ നിനക്ക് അറിഞ്ഞോ അറിയാതെ പങ്കുണ്ടെങ്കിൽ ഈ നല്ല കാര്യത്തിനും നിനക്ക് പങ്കുണ്ട്. അതുകൊണ്ട് എന്നെ മോൻ വിഷമിക്കട്ടെ കേട്ടോ. പിന്നെ പൈസയൊന്നും വേണ്ട, അതൊക്കെ അവരുടെ അച്ഛൻ്റെ വീട്ടുകാർ ഇതൊക്കെ ആയിട്ട് കൊടുത്തല്ലേ. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചോ. അവരും പൈസയൊന്നും വാങ്ങത്തൊന്നുമില്ല. പിന്നെ നമ്മളിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ ഇത്ര നാളാണ് പോയത്. അപ്പോൾ അതിന് ആരുമായിട്ട് സന്തോഷം എന്റെ മോൻ കൊടുക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അല്ലേടാ മോനെ, തെറ്റിക്കോ? ഞാനോ? അങ്ങനെ നമുക്കിറങ്ങാം. അല്ല, ഞങ്ങള് അവരിപ്പം വീട്ടിലോട്ട് വരട്ടെ, ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. എന്നിട്ട് പിന്നെ എപ്പോഴാണ് ഫ്ലൈറ്റ് അതനുസരിച്ച് പോട്ടെ, അല്ലേടാ? എന്നാ അങ്ങനെ വാ, ഇറങ്ങാം. നിക്ക്, ഞാനും വരുന്നു. ഇത്രയും നാള് ഞാനിവിടെ ജീവിച്ചു. ഇനി എനിക്ക് പറ്റത്തില്ല. എത്ര നാൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ അനിയത്തിയും പിന്നെ അവരുടെ മക്കളോ ഭർത്താവോ എങ്ങനെയാണെന്ന് ഇവിടെ കഴിഞ്ഞോ. എനിക്കൊരു വീടുണ്ട്, ഞാൻ അങ്ങോട്ട് പോക്കോളാം. ഇവളെന്താ ഒന്നും മിണ്ടാത്ത? ശിവ, ഉം. എന്നാ അവിടെ വന്നതിന്റെ വിഷമാണോ?
ഇതെന്താ മിണ്ടാട്ടം മുട്ടിയോ? ശിവ, നിനക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ടോ? ഈ ഗ്ലാസ് താഴ്ത്തണോ? ഓ, വായിക്കാതെ കോഴിട്ട് കുത്തിയാലും ഇടത്തിലൊന്നും തോന്നും. വെള്ളം വേണോ? എന്നാ വെള്ളം. വണ്ടി എടുക്കുന്നില്ലേ? വണ്ടി എടുക്കുന്നില്ലേന്നോ? ഓ, നിനക്ക് നാക്കൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി ഇനി ഒരു കോഴ എടുത്തോണ്ട് വന്നിട്ട് ആ വായ്ക്കകത്തിട്ട് തിരികെ നാക്ക് പുറത്തെടുക്കണോ? വണ്ടി എടുക്കുന്നില്ലേ? വണ്ടി എടുക്കുന്നില്ലേന്ന്? വണ്ടി എടുക്കുന്നില്ലേ? ആ, ഇപ്പൊ മനസ്സിലായാലോ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഒരാൾ റെസ്പോണ്ട് ചെയ്യുമ്പോ ഉള്ള ആ ഒരു സംഭവം. ആ, ഇനിയും മിണ്ടത്തില്ല. എനിക്ക് വണ്ടി എടുത്തോ, ദേഷ്യം വേണുണ്ട്. ഇല്ലെങ്കിൽ അടിയൊരു കമ്പ എടുക്കണുണ്ടോ? എനിക്ക് തലക്കടിക്കും. എനിക്ക് വണ്ടി എടുത്തോ. ആ, അങ്ങനെ മര്യാദയ്ക്ക് പറ. ഇപ്പോഴാണ് എന്റെ ജാൻസി റാണിയായത്. അല്ല, എങ്ങോട്ടേ പോന്നെ? ആ, അത് ഇവിടെ അച്ഛൻ റെന്റിന് ഒരു വീട് എടുത്തിട്ടുണ്ട്. അവര് ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. പിന്നെ ഇങ്ങനെ കറക്റ്റ് സമയത്ത് വന്നു? അതൊക്കെ അച്ഛന്റെ കഴിവാണ്. എന്തായാലും നിന്റെ അമ്മാനായിട്ട് വെള്ളം കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോ ഇത്ര നേരത്തെ വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. മോളെ, നീ ഇരിക്കുന്നില്ലേടി? അല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അതിനേക്കിരിക്കടി, നിന്റെ അമ്മാവന്റെ വീടൊന്നും അല്ലത്. വീട് ഒറ്റ കഴിച്ചോളാം. പിന്നെ ഞാനിന്ന് അമ്മ എപ്പം വരും? അവിടെ നിൽക്കുവാണോ? ആ, ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്കാ പറഞ്ഞത്. മോളെ അച്ഛൻ്റെ വീട്ടിലൊന്ന് കയറണമെന്ന്. അങ്ങനെ അവിടെ കയറിയപ്പോൾ അവിടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞു ഇനി മുതൽ മായ അവിടെ നിൽക്കട്ടെ എന്ന്. പിന്നെ ഇടയ്ക്കോട്ട് ഇടന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ രണ്ടിടത്തും കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. പോവാം. ശാരദേന്ദു ദൂരെ ശാരദേന്ദു എത്ര മണിയായി? എന്ത് 8 മണിയോ? ദൈവമേ, ഞാൻ മോൾ എണീറ്റോ? ചായ ആ ചരുവത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നീ കപ്പിലോട്ട് ഒഴിച്ച് കേട്ടോ. അത് ഞാൻ അറിയാൻ ഉറങ്ങിപ്പോയി. അതിനിപ്പോ എന്താ? ഉറക്കം വരുന്നുണ്ടോ? എന്നെ ഒന്നും കൂടെ പോയി ഉറങ്ങിക്കോ. അല്ല, ഞാൻ അറിയാതെ. എന്താ മോളെ നീ ഇങ്ങനെ പേടിക്കുന്നത്? ഇവിടെ ആരും നേപ്പിച്ച് കഴിഞ്ഞാൽ പോകില്ല. നിനക്ക് എപ്പോൾ എണ്ണിക്കാൻ തോന്നും അപ്പം നീ എണ്ണിക്കാം. എപ്പോൾ ഉറങ്ങാൻ തോന്നും അപ്പോൾ ഉറങ്ങാം കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഞാൻ ദോശ ഇട്ടു, ചമ്മന്തി അരച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ ഉറങ്ങിപ്പോയി അറിയാതെ. അതുകൊണ്ടാണ് എൻ്റെ പൊന്നു വച്ചാൽ നിൻ്റെ അടുത്തല്ല ഞാൻ പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, നീ ഉറങ്ങിക്കോ. ഇത് എനിക്ക് ആപ്പാട് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. ആപ്പാട് 4 പേർക്ക് വെച്ചുണ്ടാക്കണം. അതിനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉച്ചക്കാലത്തേക്ക് വേണ്ടേ? അതിപ്പം പുറത്ത് നമുക്ക് വാങ്ങാം. അതല്ലെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പം അരിയൊന്നും വാങ്ങാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാനോ? നമുക്കെന്താ, നമുക്ക് പുറത്തുപോയി കഴിക്കാം. അതാകുമ്പോൾ പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സാധനം, ഡ്രസ്സൊന്നും എടുക്കാനല്ലേ വന്നത്. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അമ്മായിയമ്മയും മരുമോളും തമ്മിൽ എന്താണ്
ഒരു ചർച്ച. അത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞാ. ആ പുറത്തുപോയി കഴിക്കാമല്ലോ. അമ്മ അച്ഛൻ വിളിക്കുന്നു. വിളിച്ചോ? ഞാൻ കേട്ടില്ലല്ലോ. അവിടെ നിന്നിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വിടാന്ന് വിചാരിച്ചു. എന്നാ ഞാൻ പോയിട്ട് വരാം. എന്താ ഉച്ചയ്ക്ക് വരുന്നില്ലേ? എന്റെ പൊന്നു വെച്ചേ, നമ്മുടെ ഇഷ്ടമാണ് എവിടെ പോകണം പോവാണ്ട എന്നൊക്കെ ഉള്ളത്. അല്ലാതെ ബാക്കി ആൾക്കാർ തീരുമാനിക്കുന്ന പോലെ നമ്മൾ നിൽക്കുന്നത്. അവര് ഇനി കൊണ്ടുപോയിട്ടില്ലേ? എനിക്കപ്പോഴേ തോന്നി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. എന്റെ ഭാര്യ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നമ്മള് ഉച്ചയ്ക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ കഴിക്കാൻ ഗ്ലാസും കാര്യങ്ങളും എല്ലാം വാങ്ങുന്നു, വരുന്നു. ഓക്കെ? ഇതെന്താ ഇത്? ടവൽ. അതെന്താ ബെഡില്? ഞാനെവിടെ ഇടാറ്? അതൊന്നും പറ്റത്തില്ല. ടവൽ വേണ്ട, ഒന്നെങ്കിൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ വേറെ ചെയറിൽ കൊണ്ടുവേണം. അതായത് ബെഡിലാണോ കിടക്കാണല്ലോ ഇതിനകത്ത്? ഇവിടെ കൊണ്ട് തോറ്റല്ലോ. എനിക്കിങ്ങനെ ബെഡിനകത്ത് ഒന്നും ഇഷ്ടമല്ല. ഞാൻ എടുത്ത് മാറ്റി വെച്ചോളാം. മാറ്റി വേണം. ദൈവമേ. എന്താ ഓണം നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് എനിക്ക് എന്താ പറ്റിയേ? ഹോസ്പിറ്റലിൽ പോകണോ? പീരീഡ്സായി. അതിനിപ്പോൾ എന്താ പാടില്ല ഇവിടെ? ഉണ്ട്. പിന്നെന്താ പെയിൻ വല്ലതും ഉണ്ടോ? അല്ല, സാധാരണ അങ്ങനെ ആവുമ്പോൾ ഞാൻ വേറെ റൂമിലാണ് കിടക്കാറ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നിനക്കിപ്പം ബെഡിൽ കിടക്കണം. ബെഡ് കംഫർട്ടബിളെങ്കിൽ അതിൽ കിടക്കാം. ഇപ്പം തറയിലൊക്കെ കിടക്കുന്നത് തണുപ്പല്ലേ, തറയൊന്നും കിടക്കണ്ട, ബെഡിൽ തന്നെ കിടക്കണം. അതിനിപ്പോൾ എന്താ? ഇനി വേറെ റൂം വേണമെന്നുണ്ടോ? അങ്ങനെയല്ല, സാധാരണ ഞാൻ അങ്ങനെ കിടക്കാറ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ചിലപ്പം മറ്റേത് പഴയ വീടായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒക്കെ പറയുന്നത്. പിന്നെ ഈ അടുക്കള കയറരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. കയറണം കയറിക്കോ, അല്ലെങ്കിൽ കയറണ്ട. ഇവിടെ ഇതിലൊന്നും കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. ഇത് പെയിൻ വല്ലതും ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പോയി കിടന്നു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിയാകുമ്പോൾ വിളിക്കാം. ഇല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. ഫുഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പം വേണ്ട. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കഴിച്ചാൽ മതി. പീരീഡ്സ് ആയതുകൊണ്ട് മാത്രമേ ഞാൻ വെറുതെ വിട്ടേക്കാം. അല്ലെങ്കിൽ ഇത് ഫുള്ള് ഞാൻ ഇപ്പം തിരിച്ചാണ്. ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്. എന്താ? സോറി, ആ ടബിലൊന്നും എടുത്ത് വെച്ചേ. ഓഫീസിൽ പോകണം, അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ടല്ലേ, അതുകൊണ്ടല്ലേ. ഒരൊറ്റ പ്രശ്നം എനിക്ക് വഴക്കുണ്ടാക്കി യാതൊരു സമയമില്ല എനിക്ക്. നീ ടബിലൊന്നും എടുത്ത് മാറ്റി വെച്ചാല് എനിക്ക് ബെഡിൽ ഇടത്തില്ല. ഇതെന്താ ഇങ്ങനെ? ഓഫീസിൽ പോണ്ടേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, എന്താണ് എന്റെ ഭാര്യക്ക് ഇത്ര സന്തോഷം? അത് ആദ്യം കേൾക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി. താങ്ക് യു. എന്തിനാ? ഇത്രയും നല്ല ഫാമിലി തന്നതിന്. മനസ്സിലായില്ല. അല്ല, അന്ന് എൻ്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇനിയൊന്നും വരത്തില്ലായിരുന്നല്ലോ. അപ്പോൾ വന്നു തരും. പിന്നെ എനിക്ക് കിട്ടിയതും എൻ്റെ അത് താങ്ക്സ്. ആയിക്കോട്ടെ. ഇപ്പൊ തീരെ ടൈമിൽ, അതുകൊണ്ടാണ്. തൽക്കാലം എന്റെ മോള് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ചേട്ടൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് തരാം. അപ്പൊ ശരി, ബൈ.